നമ്മുടെ മക്കളുടെ മുടിവെട്ടൽ, നമ്മുടെ മക്കളുടെ വസ്ത്രവിധാനം. ചില കുട്ടികളെ കണ്ടാൽ ദാരിദ്ര്യമാണ് അവൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര. കാരണം എന്താ, ഇട്ടിരിക്കുന്ന പാൻസ് തന്നെ തുടയുടെ ഭാഗമൊക്കെ ഓരോ ദ്വാരമാണ്. എലി വന്നുകൊണ്ട് കരണ്ടതുപോലെയാണ് ചിലരുടെ പാൻസ് കണ്ടാലും. മുട്ടുപൊക്കിളിനിടയിൽ ഔറത്താണ് എന്നുള്ളത് മദ്രസയിൽ നിന്ന് അവൻ ബാലപാഠം പഠിച്ചതാണ്. അവനറിയാം, അതൊക്കെ നല്ലതുപോലെ അറിയുന്നവനാണ്. എന്നിട്ട് പോലും അവൻ്റെ ഔറത്ത് വെളിവാകുന്ന നിലയ്ക്ക് പാൻസിൽ പോലും പല രീതിക്കുള്ളതാകുന്ന ദാരിദ്ര്യത്തിൻ്റെ മുഖമുദ്ര. ഭയങ്കര ദാരിദ്ര്യമാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. വാപ്പ വലിയ കോടീശ്വരനാണ്, കാസർഗോഡ് അറിയപ്പെട്ടതാകുന്ന വലിയ ധനികനാണ് വാപ്പ. പക്ഷെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ വസ്ത്രവിധാനത്തിൽ ധാരാളം ദ്വാരങ്ങളുണ്ട്, പ്രത്യേകിച്ച് തുടയുടെ ഭാഗത്ത് ഇഷ്ടം പോലെ. മോഡേണാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബി തങ്ങൾ പറഞ്ഞത് ശരിയല്ലേ? നമ്മളെല്ലാവരും വലിയ വായിൽ വർത്തമാനം പറയും. എല്ലാവരുടെയും വസ്ത്രവിധാനം ഒന്ന് ശ്രദ്ധിക്കും. നെരിയാണിക്ക് താഴെ ധരിക്കരുത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവ പുരുഷന്മാർക്കും അറിയാം അങ്ങനെ ധരിക്കരുത് എന്നുള്ളത്. പക്ഷേ നമ്മുടെ സ്ത്രീകളുടെ പുരുഷന്മാരുടെ വസ്ത്രവിധാനം ഒന്ന് ശ്രദ്ധിക്കും. നമ്മുടെ വസ്ത്രവിധാനം ഒന്ന് ശ്രദ്ധിക്കും. ഒന്ന് എഴുന്നേപ്പിച്ച് നിർത്തിയിട്ടൊന്ന് തുണി കൊടുക്കുക ഹാജിയാരെന്ന് പറഞ്ഞാൽ എന്താണ് അവസ്ഥ? ഇരിക്കുന്ന ഓരോരുത്തരും അവൻ്റെ തുണിത്തരങ്ങൾ ഏത് രീതിയിലാണ് ഇറക്കി ഉടുത്തുകൊണ്ട് നടക്കുന്നത്. നാട്ടിൽ വലിയ അറിയപ്പെട്ട ഹാജിയാരാണ്, സമൂഹത്തിൽ അറിയപ്പെട്ട വലിയ ധനികനാണ്. പക്ഷെ പ്രവർത്തനം മുഴുവനും പരിശുദ്ധമായ ദീൻ വിലക്കിയതായ കാര്യങ്ങളാണ്. അതെല്ലാം അനുകൂലമായി കൊണ്ട് നടക്കാൻ അതൊന്നും അവനൊരു വിഷയമല്ല. മസല അറിയാത്തത് കൊണ്ടാണോ? മസലയൊക്കെ നല്ലതുപോലെ അറിയാം. ഇങ്ങനെ നെരിയാണിക്ക് താഴെ ധരിക്കാൻ പാടില്ല എന്നുള്ളത് നല്ലതുപോലെ അറിയാം. ധരിച്ചാൽ നരകമാണ്, ശിക്ഷയാണ്. എല്ലാ ആയത്തും ഹദീസും ഇങ്ങോട്ട് ഓതിത്തരുന്നതാകുന്ന ആളുകളാണ്. പക്ഷെ എല്ലാവരും വലിയ ആളാണെന്നറിയിക്കാൻ, സമ്പന്നതയുടെ വലിപ്പം കാണിക്കാൻ നിലത്തൂടി വലിച്ചഴിച്ചാണ് നടക്കുന്നത്. പാൻസ് ധരിക്കുന്നതും അങ്ങനെ, അവൻ്റെതാകുന്ന തുണിത്തരങ്ങളും അങ്ങനെ. പുരുഷന്മാരുടെയാണ് ഈ പറയുന്നത് കേട്ടോ. സ്ത്രീകൾക്ക് നെരിയാണിക്ക് താഴോട്ട് ഒരു ചാണ് താഴ്ത്തിയിടണമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. സ്ത്രീകൾക്ക് അങ്ങനെയാണ്. നെരിയാണിക്ക് താഴോട്ട് ഒരു ചാണ് താഴ്ത്തിയിടണം. പക്ഷേ നമ്മുടെ സഹോദരിമാരോ, സ്ത്രീകൾ ഇപ്പം നേരെ തിരിച്ചായി 3/4 ഇട്ടുകൊണ്ട് നടക്കുന്നത്. പെണ്ണുങ്ങൾ നേരെ മേലോട്ട് കയറ്റാൻ തുടങ്ങി, ആണുങ്ങൾ താഴോട്ട് വിടാൻ തുടങ്ങി. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഞാൻ ഈ അടുത്തൊരു സഹോദരൻ എന്നെ ഒരു വീഡിയോ കാണിച്ചു. ഏതോ ഒരു സിനിമാ നടിയാണെന്ന് പറയുന്നു, എനിക്കറിയില്ല. അവർ നമ്മുടെ നാട്ടുകാരിയൊന്നുമല്ല, പുറംനാടാണ്. അവർ ജീൻസ് ധരിച്ചുകൊണ്ട് നടക്കുകയാണ്. ജീൻസാണ് മേൽക്കുപ്പായമായിട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നത്. ജീൻസിന് കയ്യും കാലും കൊടുത്തിട്ട് കൈ ഇങ്ങനെ അതിനിടയിൽ കൂടെ ഇളക്കിയിട്ടിട്ട് അങ്ങനെ നടക്കുക. ജീൻസാണ് അവളുടെ കുപ്പായം. എന്താണ് ഈ സമൂഹം കാണിച്ചു കൂട്ടുന്നത്? എത്ര വലിയ അഹങ്കാരികളായിട്ടാണ് ഈ സമൂഹം ജീവിക്കുന്നത്. നഊദുബില്ല. ഇത് അവർ നടക്കുന്നതിലല്ല പ്രശ്നം, അവരുടെ ഈ ചെയ്തികളെ ന്യായീകരിച്ച് നമ്മുടെ ഉമ്മത്ത് അതേപോലെ പിന്തുടരുകയാണ്. അവിടെയാണ് പ്രശ്നം. മുസ്ലിം സമുദായത്തിലെ സഹോദരിമാർ അവരുടേതാകുന്ന ഈ മോശമാകുന്ന വസ്ത്രവിധാനം കണ്ടിട്ട് ഇത് മോശമാണ് എന്ന് കരുതുകയല്ല, മറിച്ച് അത് കൊള്ളാമല്ല, മോഡൽ പുതിയ മോഡലാണല്ലോ എന്ന് മനസ്സിലാക്കി ഏത് പുതിയ മോഡൽ ഇറങ്ങിയാലും ആദ്യം വരുന്ന ജില്ല ഏതാ? നിങ്ങൾ പറയും, ഞാൻ പറയത്തില്ല. ലൈവിലൂടെ നാട്ടുകാർ കേൾക്കട്ടെ. പറയും, ഏത് ജില്ല പറയും. ഞാൻ പറഞ്ഞത് പിന്നെ എന്നോട് പറയരുത്, കാരണം ലൈവായതെന്താണ്. ഏത് മോഡേൺ വസ്ത്രം ഇറങ്ങിയാലും ആദ്യം വരുന്ന ജില്ല ഏത്? പറയുന്നത് എന്താ? അനക്കമില്ലേ? കാസർഗോഡ്. അതാണ് കറക്റ്റ്, ടോപ്പ് ടീമാണ്. ലൈവിലൂടെ ആൾക്കാർ കാണുക. 10,000 പേര് കേട്ട്, രാവിലെ ആകുമ്പോൾ 10,50,000 പേര് കേൾക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്താ നമുക്കൊരു മാറ്റം വരണ്ടേ സഹോദരങ്ങളെ? ഒരു മാറ്റം വരാൻ നമ്മൾ തന്നെ ചിന്തിക്കണം, അല്ലാതെ മാറ്റം വരൂല. എത്ര വാള് പറഞ്ഞാലും നമുക്ക് ജീവിതത്തിലേക്ക് മാറ്റം വരണമെങ്കിൽ നമ്മൾ തന്നെ ചിന്തിക്കണം. എൻ്റെ കുടുംബം ഇങ്ങനെ ആവണം, ഇങ്ങനെ വസ്ത്രം ഉണ്ടാവണമെന്ന് വാപ്പ ചിന്തിക്കണം, മക്കൾ ചിന്തിക്കണം. ഇല്ലെങ്കിൽ അതിനകത്തൊന്നും ഒരു മാറ്റവും വരൂല. നഊദുബില്ലാ. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ, പരിപൂർണമായ കാവൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഏതെല്ലാം മോശപ്പെട്ടതാകുന്ന രീതിയിലാണ് ഈ സമൂഹം പോകുന്നത്. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ചു അത്രേ. യൽബസു ലിബ്സതർ റജുലി, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിക്കുകയാണ്. അർറജുല യൽബസു ലിബ്സതൽ മർആ,
അല്ലാഹുവിന്റെ റസൂൽ ഒരു പുരുഷനെ ശപിച്ചുവത്രേ. ആ പുരുഷന് സ്ത്രീയുടെ വസ്ത്രവിധാനം നടത്തുന്നവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു പെണ്ണിനെയും റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ്. എങ്ങനത്തെ പെണ്ണെന്നറിയുമോ? പുരുഷന്റെ വസ്ത്രവിധാനമാണ് അവളുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കുന്നത്. ഇന്ന് പുരുഷൻ ധരിക്കുന്ന ഷർട്ട് ഇട്ടുകൊണ്ട് നടക്കുന്ന സഹോദരിമാരില്ലയോ? പുരുഷന്മാര് ധരിക്കുന്ന പാൻസ് ധരിച്ചുകൊണ്ട് നടക്കുന്നതായ മുസ്ലിം സഹോദരിമാരില്ലയോ? സഹോദരിമാരില്ലയോ? ടൈറ്റാകുന്നതായ ലെഗിൻസ് അടക്കം പരസ്യമായിട്ടുകൊണ്ട് നടക്കുന്നതായ സഹോദരിമാരില്ലയോ? നഊദു ബില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എത്ര ശരിയാണ്, ശരിയാണ്. പുരുഷന്റെ വസ്ത്രവിധാനം നടത്തുന്നതായ പെണ്ണിനെയും പെണ്ണിന്റെ വസ്ത്രവിധാനം നടത്തുന്ന പുരുഷനെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ടതായ സ്വഹാബത്ത് രേഖപ്പെടുത്തുകയാണ്. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ധരിക്കുന്നത് പുരുഷന്റെ വസ്ത്രവിധാനം. സ്ത്രീകൾ, പുരുഷനോ സ്ത്രീകളുടെ വസ്ത്രവിധാനം ഇന്നത്തെ തലമുറയിൽ കാണുകയാണ്. നമ്മൾ നേരെ കാണുകയാണ്. ഇപ്പൊ പാൻസ് ഒന്നും ഒരു വിഷയമല്ലാതായി മാറി. പാൻസ് ധരിക്കാൻ പാടില്ല, പുരുഷന്റെ വസ്ത്രവിധാനം നടത്തരുത് എന്ന് പറയുന്ന ഒരു മൂല്യരുണ്ടെങ്കിൽ അയാളെ കോർട്ടിൽ കെട്ടി വിചാരണ നടത്തുന്ന ഘട്ടത്തിലേക്ക് എത്തി. നന്മ പ്രചരിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. എവിടേക്കാണ് ഈ സമൂഹത്തിന്റെ പോക്ക്? നഊദു ബില്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. പരിപൂർണമായ സംരക്ഷണം നൽകണേ അല്ലാ. പണം കൂടി വരുന്നതാണ് വിഷയം, വേറൊന്നുമല്ല. സമ്പത്ത് ഇല്ലാതെ വരികയാണെങ്കിൽ ഇത്രയും വിഷയമല്ല. ഇത് പണം ഒരുപാട് കൂടുമ്പോഴാണ് ഈ അഹങ്കാരം മുഴുവനും. നിങ്ങൾ നോക്ക്, ഓരോ കല്യാണങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിക്കുന്നത്, എത്രയോ കല്യാണങ്ങളാണ് കാസർഗോഡ് ജില്ലയിൽ ധൂർത്തും ദുർവ്യയം നടത്തുന്നത്. നഊദു ബില്ലാഹ്. എത്രയാണ് സമ്പത്ത് അടിച്ചു പൊളിച്ചു കളയുന്നത്. വാപ്പമാര് സമ്പത്ത് ഏറ്റവും കൂടുതൽ മുടക്കുക മകളുടെ കല്യാണത്തിൽ നാട്ടുകാരെല്ലാവരും അറിയട്ടെ, എനിക്ക് ഇത്ര സമ്പത്തുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി മകളുടെ കല്യാണം വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ വീടിൻ്റെ താമസം വരുമ്പോൾ വലിയ വിശാലമായ പന്തലൊരുക്കി വലിയ വലിയ ഗാനമേളകൾ വെച്ച് ലക്ഷങ്ങൾ പൊടിക്കുകയാണ്, ധൂർത്തടിക്കുകയാണ്, ഇഷ്ടംപോലെ ഭക്ഷണം വിളമ്പുകയാണ്. ആവശ്യത്തിനല്ല, അനാവശ്യമായി. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അൽഹംദുലില്ലാഹ്, നിങ്ങൾ കാസർഗോഡുകാർ ദീനിനെ വലിയ സംരക്ഷിക്കുന്നവരും അതുപോലെ തന്നെ ഭക്ഷണം മറ്റുള്ളവർക്ക് നൽകുന്നതിനുമൊക്കെ അതിഥി സൽക്കാര പ്രിയരാണ്. കാര്യം ശരി തന്നെയാണ്. പക്ഷെ ധൂർത്തും ദ്രവ്യവും പാടില്ല. വളരെ ശ്രദ്ധിക്കണം. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, വലാ തുബദ്ദിർ തബ്ദീറാ വലാ തുബദ്ദിർ തബ്ദീറാ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്വാനു ലിൽഇൻസാനി കഫൂറാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുകയാണ്, വലാ തുബദ്ദിർ തബ്ദീറാ. നിങ്ങൾ ദുർവ്യയം ചെയ്യരുതേ, ധൂർത്ത് നടത്തരുതേ, സമ്പത്ത് ഹറാമാകുന്ന തലത്തിലേക്ക് നിങ്ങൾ ചെലവഴിക്കരുതേ, ഹലാലായ മേഖലകളിൽ പോലും അമിതമായി വ്യയം ചെയ്യരുതേ, അമിത വ്യയം പാടില്ല. ഹലാലായ മാർഗത്തിലാണ് നിങ്ങൾ നടത്തുന്നത്, ഭക്ഷണം ജനങ്ങൾക്ക് നൽകുകയാണ്, പക്ഷെ അതിൽ പോലും ധൂർത്ത് പാടില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. തീർച്ചയായും ധൂർത്തും ദുർവ്യയവും നടത്തുന്നവൻ പിശാചിന്റെ കൂട്ടുകാരാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ഇന്ന
ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്വാനു ലിൽഇൻസാനി കഫൂറാ. പിശാചാണെങ്കിലോ അവൻ അല്ലാഹുവിനെ നന്ദി പ്രകാശിപ്പിക്കാത്തവനാണ്, പടച്ച റബ്ബിനോട് നന്ദി കേട് കാണിക്കുന്നവനാണ്, ജനങ്ങളെ വഴികേടിലേക്ക് കൊണ്ടുപോകുന്നവനാണ്, നീതി നിഷേധത്തിലേക്ക് ജനങ്ങളുടെ എത്തിക്കുന്നവനാണ് പിശാച്. അവന്റെ കൂട്ടുകാരായി പോകല്ലേ, അവന്റെ സഹോദര സഹോദരിമാരായി നിങ്ങൾ മാറല്ലേ മാറല്ലേ എന്ന് വിശുദ്ധമായ ഖുർആൻ. എത്രയെത്ര സമ്പത്താണ് നിങ്ങൾ അടിച്ചു പൊളിക്കുന്നത്, ആഖിറത്തിൽ ഇതിനെക്കുറിച്ച് ചോദ്യമുണ്ടാകുമെന്നുള്ള ചിന്ത എന്തേ മുസ്ലിമേ മുസ്ലിമത്തെ ഹൃദയത്തിൽ നിന്ന് പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയോ? മരണത്തെ കുറിച്ച് ചിന്തയില്ലേ, ഖബറിനെ കുറിച്ച് ചിന്തയില്ലേ, പാരത്രിക ലോകത്തുള്ള വിചാരണ ഘട്ടത്തെ പറ്റി എന്തേ മുസ്ലിമേ നീ ചിന്തിക്കാതെ പോകുന്നത്? ആഖിറത്തിൽ പ്രത്യേകമായി ഇതിനെക്കുറിച്ച് അല്ലാഹു ചോദ്യം ചോദിക്കുന്നതാ. 4 കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാതെ മഹ്ശറയിലേക്ക് വെച്ച കാല് അനക്കാൻ പറ്റൂല സാബാ. ലാ തസാലു ഖദമാ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഈൻ. 4 കാര്യങ്ങൾക്ക് മറുപടി നൽകാതെ കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തി കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് പടച്ച റബ്ബ് മഹ്ശറയിൽ വിചാരണ ചെയ്യുമ്പോ 4 കാര്യങ്ങൾക്ക് മറുപടി നൽകാതെ കോട്ടപ്പള്ളി മഖാമിന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നിനക്ക് അല്ലാഹുവിന്റെ ദർബാറിൽ നിന്ന് അനങ്ങാൻ പറ്റൂല, അനങ്ങാൻ പറ്റൂല. അതിലാദ്യമായി പ്രവാചകനെ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ടോട്ടൽ ആയുസിനെ പറ്റി ചോദിക്കുകയാ. അന്നുംരിഹി ഫീമാ അഫനാ. നിന്റെ ആയുസ് നീ എന്തിനാണടാ ചെലവഴിച്ചത്? 60-70 വയസ്സ് നിനക്ക് നാം നൽകിയില്ലേ? അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ. എത്രയെത്ര പ്രഭാഷകരെ കൊണ്ടാണ്, എത്രയെത്ര വായിലീങ്ങളെ കൊണ്ടാണ് നിന്റെ നാട്ടിൽ വന്നുകൊണ്ട് ദീനീ പ്രബോധനം നടത്തിയത്? വർഷങ്ങളായി എത്രയോ മഹാന്മാര് കാലുകുത്തിയ മണ്ണാണ്, മണ്ണാണ്. ബഹുമാനപ്പെട്ട ശംസുല്ലലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവരടക്കം എത്രയോ മഹാന്മാരുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണാ. ഔലിയാക്കളെ മസാറ് കൊണ്ട് അനുഗ്രഹിച്ചതായ മണ്ണാണ്. എത്രയെത്രനാകുന്ന ഔലിയാക്കൾ, എത്രയെത്രനാകുന്ന മഹാന്മാരാകുന്ന ഉസ്താദുമാർ നിർദ്ദേശങ്ങൾ നൽകിയതല്ലേ, മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയതല്ലേ, ഖബറിനെ കുറിച്ച് ഭയപ്പെടുത്തിയതല്ലേ, മഹ്ശറയെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതല്ലേ, അവിടെയുള്ള വിചാരണയെ കുറിച്ച് വ്യക്തമായ ധാരണ നൽകിയതല്ലേ. എന്നിട്ടും ഈ ദുനിയാവിൽ നീ അടിച്ച് പൊളിച്ചവനല്ലേ, ഹറാമ കണ്ടവനല്ലേ, ഹറാമ ദർശിച്ചവളല്ലേ, മോശപ്പെട്ട തലത്തിലേക്ക് കൈകാലുകളെ കൊണ്ടുപോയവനല്ലേ. നാളെ ആഖിറത്തിൽ പടച്ച റബ്ബ് ചോദിക്കുകയാണ്, 60-70 വയസ്സ് നിനക്ക് നാം നൽകിയില്ലേ? എന്ത് ചെയ്തടാ, എന്ത് ചെയ്തടി, എന്ത് ചെയ്തടി? വഅന്നുംരിഹി ഫീമാ അഫ്നാ. നിനക്ക് നൽകിയ ആയുസിനെ പറ്റി അല്ലാഹു ചോദിക്കുകയാണ്. വ്യക്തമായ മറുപടി നൽകാതെ മഹ്ശറയിൽ വെച്ച കാല് അനക്കാൻ പറ്റൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. തീർന്നില്ല, തീർന്നില്ല. 4 കാര്യങ്ങളിൽ രണ്ടാമത്തെ കാര്യം വനശബാബിഹി ഫീമാ അബ്ലാ. നിന്റെ യുവത്വ കാലഘട്ടത്തിൽ എന്ത് ചെയ്തടാ? നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യം നൽകിയതായ ഘട്ടമായിരുന്നില്ലേ? നല്ല പ്രസരിപ്പുള്ള സമയമായിരുന്നില്ലേ? 20-25 വയസ്സുള്ളതാകുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ആയുസ്സിനെ പറ്റി അല്ലാഹു ചോദിക്കുന്നതിന് പുറമെ എടുത്തു ചോദിക്കുകയാണ് നിന്റെ യുവത്വ കാലഘട്ടം. വഅൻ ശബാബിഹി ഫീമാ അബ്ലാ. യുവത്വ കാലഘട്ടത്തിൽ എന്ത് ചെയ്തടാ, എന്ത് ചെയ്തു? നീ നമസ്കരിച്ചവനാണോ? ഖുർആൻ ഓതിയവനാണോ? ദിക്ർ ചൊല്ലിയവനാണോ? ദീനിലേക്ക് കടന്നു വന്നവനാണോ? നമസ്കാരങ്ങളെ ചിട്ടവെച്ചുകൊണ്ട് പരിശുദ്ധമായ റജബ് മാസത്തിന്റെ ആ നമസ്കാരത്തിന്റെ ആണ്ട് കഴിക്കുന്ന വേളയിൽ ജമാഅത്തുകളെ ശ്രദ്ധിക്കാൻ പുരുഷന്മാരെ നിനക്ക് സമയമുണ്ടായോ?
18ന്റെ നിറകുടമാകുന്ന പെങ്ങളെ, കൂട്ടുകാരികളും കൂട്ടുകാരന്മാരുമായി നിന്റെ പഠനത്തിന്റെ കാലയളവ് നീ അടിച്ചു പൊളിച്ച് നടന്നില്ലേ? ദുനിയാവിൽ ഒരുപാട് മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് നിന്റെ ശരീരത്തെ കൊണ്ടു നടന്നില്ലേ? ശരീരത്തെ ഒന്ന് വെളുപ്പിക്കാൻ വേണ്ടി എത്രയോ ക്രീമുകളാണ് നീ വാങ്ങിച്ചത്. വെളുത്തിട്ട് പാറണമെന്ന് പറയുന്നുകൊണ്ട് നിന്റെ ജീവിതത്തെ നീ ഹോമിച്ച് കളഞ്ഞില്ലേ? എത്രയെത്ര ക്രീമുകളാണ് നീ വാങ്ങിച്ച് തേച്ചത്? എത്രയെത്ര ജീവിതമാണ് നീ നശിപ്പിച്ച് കളഞ്ഞത്? നിന്റെ യുവത്വത്തിന്റെ കാലഘട്ടം മുഴുവനും ക്യാമറയ്ക്ക് മുന്നിൽ നശിപ്പിച്ചില്ലേ, ഇല്ലാതാക്കിയില്ലേ? ഇത് കൂട്ടുകാരികളും 16, 17 വയസ്സൊന്നും വേണ്ട, ചെറിയ മക്കൾ 1ാം ക്ലാസ് മുതൽ തുടങ്ങാൻ. എന്താ തുടങ്ങുന്നത്? കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്നിട്ട് പതുക്കെ ചുണ്ട് ചോപ്പിക്കുക, അതുപോലെ തന്നെ മുഖത്ത് പതുക്കെ ലിപ്സ്റ്റിക് ഇടുക, അതിടുക, ഇതിടുക, ഇതാ പരിപാടി. കൊറിയൻ ഡ്രാമകൾ ധാരാളം, ഈ കൊമേഡിയൻ വീഡിയോകൾ നമ്മുടെ മക്കൾ കാണുന്നുണ്ട്. അതാണ് അതിൻ്റെ കാരണം. മൊബൈലിനകത്ത് കിഡ്സ് വീഡിയോസ് എടുത്തു കൊടുക്കും. അതിനകത്ത് ഇങ്ങനത്തെ ഇതുപോലുള്ള സംഭവങ്ങളാണ് അധികം നമ്മുടെ മക്കൾ കാണുന്ന മുഴുവൻ ഇതാ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നല്ല റാഹത്തായിട്ട് ചുണ്ട് ചോപ്പിക്കുക, മുഖം ഇതാക്കുക, പിരിക ഇതാക്കുക, അത് ചെയ്യുക. അതുകൊണ്ടാണ് ഈ 1ാം ക്ലാസ്സിൽ വരുന്ന കുട്ടികൾ വരെ പോയിട്ട് കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്നിട്ട് ഈ പരിപാടി. ആണോ അല്ലയോ? നിങ്ങൾ തന്നെ പറയും. അത് അവിടുന്ന് തുടങ്ങിയിട്ട് 35, 40 നിർത്തുന്നില്ല. 85 എത്തുമ്പോഴും കണ്ണാടി എടുത്തുകൊണ്ട് വരാനാണ്. അതിന് പോകണം, അതിന് മുമ്പ് ചുണ്ട് ചോപ്പിച്ചിട്ട് പോകും. അതാണ് അവസ്ഥ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അത് പിന്നെ ജീവിതത്തിൽ അങ്ങനെ തന്നെയായി. പിന്നെ വെളുത്തിട്ട് പാറാൻ വേണ്ടി ഉള്ള ക്രീമെല്ലാം കൂടെ അവസാനം വെളുക്കാൻ തേച്ചത് വേണ്ടായി. ക്യാൻസർ പിടിച്ചിട്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പരിപൂർണമായ ശിഫ നൽകുമാറാവട്ടെ. ത്വക്ക് ക്യാൻസർ അള്ളാഹു സലാമത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മളെ ഏറ്റവും മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, ഏറ്റവും മനോഹരമായിട്ട്. അങ്ങനെ തന്നെയാണ് അള്ളാഹ് പരിചയപ്പെടുത്തിയത്. തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. സൃഷ്ടികൾ വെച്ച് ഏറ്റവും മനോഹരമായി മനുഷ്യനെ പടച്ചവൻ അള്ളാഹുവാണ്. വേറെ ഏത് സൃഷ്ടിക്കാൻ സഹോദരങ്ങൾ ഈ സൗന്ദര്യമുള്ളത്? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഏത് സൃഷ്ടിക്കാൻ? മനുഷ്യനെ ഏറ്റവും മനോഹരമായിട്ടാണ് നമ്മെ അള്ളാഹു പടച്ചത്. നമ്മൾ പിന്നെ അതിൻ്റെ മുകളിലിട്ട് ഇങ്ങനെ ക്രീം തേച്ച് സൗന്ദര്യബോധം വേണം, വേണ്ടാന്നല്ല. അതിന് നല്ല ഭക്ഷണങ്ങൾ കഴിക്കൻ, നല്ല രീതിയിൽ വുളൂഅ് ചെയ്യൻ, നിയത്ത് ചെയ്ത് വുളൂഅ് ചെയ്യൻ, നല്ലതുപോലെ ദുആ ചെയ്യൻ, അതിനൊന്നും വേണ്ടാന്നല്ല. കുളിക്കണ്ട, നനയ്ക്കണ്ടെന്നല്ല. അത്തഹൂർ ശത്രുൽ ഈമാൻ, വിശുദ്ധ ഇസ്ലാമിൻ്റെതാകുന്ന ഒരു ഭാഗം തന്നെയാണ് ശുദ്ധി, വേണ്ടാന്നല്ല. അതൊക്കെ വേണം. പക്ഷേ ഈ ക്രീം പുരട്ടിയും അത് പുരട്ടി ഇത് പുരട്ടിയൊക്കെ പിന്നെയും നമ്മുടെ ജീവിതത്തെ എന്തിനാണ് നശിപ്പിക്കുന്നത്? മാരകമാകുന്ന രോഗങ്ങൾ വിളിച്ചോതുമെന്ന് പറഞ്ഞിട്ട് പോലും വീണ്ടും നമ്മുടെ സമൂഹത്തിൽ എത്ര ആളുകളാണ്. നിങ്ങളിത് അറിയണമെങ്കിൽ രാവിലെ വന്ന് കാസർഗോഡ് വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കൻ. രാവിലെ എറണാകുളത്തേക്കും മംഗലാപുരത്തേക്കൊക്കെ ട്രെയിൻ കയറാൻ നിൽക്കുന്നതിൽ 95% ക്യാൻസറാണ്. അള്ളാഹു പരിപൂർണമായ ശിഫ നൽകട്ടെ. അസുഖം ബാധിച്ച ഒരുത്തനും ലൈവിൽ വന്നിട്ട് പറയാറില്ല എനിക്ക് അസുഖം ബാധിച്ചത്. ആരും പറയൂല, എല്ലാവരും അത് മറച്ചു വെക്കുള്ളൂ. വന്നു കഴിയുമ്പോൾ പിന്നെ എല്ലാവരും അങ്ങനെയാണ്. ഇത് പറയപ്പെടുന്നത് ആകെ നമ്മളെപ്പോലുള്ള പാവങ്ങൾ ഉസ്താദുമാരോടാണ് പറയുക. വേറെ ആരോടും, അയൽവക്കത്തുകാരോടും പറയൂല ക്യാൻസറാണെന്ന്. അതുകൊണ്ടല്ലേ നമ്മൾ അയൽവക്കത്തുള്ള രോഗികളായ ആളുകൾ അറിയാതെ പോകുന്നത്. കാരണം എന്താ? ഒക്കെ ഇന്നത്തെ തലമുറ മറച്ചു വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, അയൽവക്കക്കാരൻ സന്തോഷിക്കും. അവിടെയാണ് വിഷയം. നിനക്ക് ക്യാൻസറാ, റാഹത്ത്. അതാണ് നമ്മുടെ കൗമ്. അതുകൊണ്ട് ഇപ്പം അയൽവക്കത്ത് പോലും പറയൂല. അല്ലോ നിനക്കങ്ങനെ ക്യാൻസർ വന്നോ എന്ന് ചോദിക്കുന്ന അവസ്ഥ മാറിപ്പോയി. ക്യാൻസറാ, എന്നിട്ട് 100 പേരോട് ഇവൻ പറഞ്ഞ് നടക്കും. അതെ, അവനെ നമ്മളെ ചുക്കൂറില്ലേ, കുറെ ക്യാൻസർ പിടിച്ച് ആകാറായിരിക്കുക. ഞാനിപ്പോൾ ഇന്ന് അറിഞ്ഞതാണിത്, വേറൊരു വഴി കൂടെ അറിഞ്ഞതാ. ഇവൻ തന്നെ പത്രത്തിൽ ഇട്ട്, മനോരമയാണ്, ദുനിയാവ് മുഴുവൻ ഇട്ട് കഴിഞ്ഞു. ഇത് മനസ്സിലാക്കുന്നത് കൊണ്ട് അയൽവാസികൾ ആരും മിണ്ടുന്നില്ല എന്നുള്ളൂ. എല്ലാ കുടുംബത്തിലും ഈ രോഗങ്ങൾ ബാധിച്ചു. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അനാവശ്യമായിട്ടുള്ളതാകുന്ന ഒരു ധൂർത്തും ദുർവ്യവും നമ്മുടെ സമൂഹത്തിൽ വല്ലാതെ കടന്നുകൂടിയിട്ടുണ്ട്. എന്തിനാണിത്? എന്നാൽ ഈമാനികമാകുന്ന ഒരു പ്രഭ നിങ്ങൾക്ക് ലഭിക്കും. ഖുർആനോദിൻ, നിസ്കാരം നിലനിർത്തിൻ. ആരെങ്കിലും ശ്രദ്ധിക്കുമോ? 10 റക്അത്ത് കൂടുതൽ നിസ്കരിച്ചാൽ ശ്രദ്ധിക്കുന്നുണ്ടോ? എവിടെ? അതൊന്നും വേണ്ട. അല്ലാതെ നാച്ചുറലായിട്ട് കൊണ്ട് നടക്കാൻ. നഊദു ബില്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നീ സാലിഹീങ്ങളെ ചേർക്കണേ അല്ലാ, നീ സാലിഹീങ്ങളെ ചേർക്കണേ അല്ലാ. യുവത്വത്തെ പറ്റി പ്രത്യേകമായി അള്ളാഹു ചോദിക്കുന്നതാണ്. മറുപടി കൊടുക്കാതെ
വെച്ച കാല് അനക്കാൻ പറ്റൂല, മറുപടി കൊടുക്കാതെ അനങ്ങാൻ പറ്റൂല. നിങ്ങൾ കണ്ടില്ലേ, ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിൽ ഒരു കല്യാണം, നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്താണ് നമ്മുടെ തലമുറ? ഒരു ജില്ലയും അതിൽ നിന്ന് കുറവല്ല, അതെടുത്തു പറയട്ടെ. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. പുതിയാപ്പിളയായി വരുന്നതാകുന്ന ചെറുപ്പക്കാരൻ, അവൻ വെള്ള ഒരു യൂണിഫോമും ഒരു ചെറിയതാകുന്ന ഒരു കുട്ടിക്കുപ്പായും ഒക്കെ ഇട്ടിട്ട് കുട്ടിക്കുരങ്ങനെ മാതിരി അവൻ കളിക്കുക, കുരങ്ങൻ കളിക്കുന്നത് പോലെ കളിക്കുക. വാട്ടർ ബോട്ടിലും അതുപോലെ തന്നെ ചോറ്റും പാത്രമൊക്കെ എടുത്തു വെച്ചിട്ട് അവന് സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്ന, ഒരു മുരട് കാണിച്ചതാകുന്ന, ഒരു കുരുത്തക്കെട്ടതാകുന്ന ഒരു കുട്ടിയെ പോലെ അവൻ കളിതമാശയാക്കുകയാണ്. പുതിയാപ്പിളയാണ്. ഇങ്ങനെ കുട്ടിത്തുള്ളവൻ എന്തിനെ കെട്ടിച്ചു കൊടുക്കുന്നു? അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. എന്താണ് അവസ്ഥ? കുട്ടിത്തം മാറാത്തൊന്നുമല്ല, അഭിനയിക്കാൻ. ഒരു സിനിമാ നടനാകാൻ വേണ്ടി അവൻ പ്രചോദനം കൊടുക്കുമായിരിക്കും, കൂട്ടുകാർ കൂടെ നിന്നിട്ട് ആർപ്പോ വിളി കൊടുക്കാൻ. എവിടെയാണ് നമ്മുടെ തലമുറ? ഇത് പറഞ്ഞതുകൊണ്ട് നാളെ ഇത് ഇല്ലാതാവുമൊന്നുമില്ല. ഇതിനപ്പുറം മുമ്പ് ഇവിടെ പടക്കം പൊട്ടിച്ചെറിയുന്ന ടീമുണ്ട്. അങ്ങനത്തെ കൗമാണ് കേട്ടോണ്ടിരിക്കുന്നത്. പടക്കം പൊട്ടിച്ചെറി മേത്തോട്ട്, ഇല്ലെങ്കിൽ നല്ല റോഡ് കൊണ്ടുവന്നിട്ട് അതിനകത്ത് ഇരുത്തിക്കൊണ്ട് പുതിയാപ്പിളയും ചെക്കനെയും കൊണ്ടുവരും. മറ്റുള്ളതാകുന്ന മതങ്ങളുടെ ചിഹ്നങ്ങൾ വരെ എടുത്തിട്ടിട്ട് വസ്ത്രവിധാനത്തിൽ വ്യതിയാനം വരുത്തിയതിൻ്റെ കേസ് ഇന്ന് നിലനിൽക്കുന്ന ജില്ലയാണ് നമ്മുടെ ജില്ല. മനസ്സിലായിക്കോ? കളിതമാശകൾക്ക് വേണ്ടി കല്യാണങ്ങളെ വരെ അത്തരത്തിൽ ആർഭാടമായി കൊണ്ടുപോകുന്ന ആളുകൾ, ഒരു മടിയുമില്ലാത്ത ആളുകൾ, അല്ലാഹയും ഭയമില്ല, ദുനിയാവും ഭയമില്ല, സൃഷ്ടികളെയും ഭയമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഇന്നത്തെ തലമുറ മാറി. ഖബറിനെ കുറിച്ച് പറഞ്ഞാലും മഹ്ശറെ കുറിച്ച് പറഞ്ഞാലും അതൊക്കെ അപ്പം നോക്കാന്നാ പറയുന്നത്. ഖബറൊക്കെ നമുക്ക് അപ്പം നോക്കാം, മഹ്ശറയല്ലേ നമുക്ക് അന്ന് പടച്ചവനായിട്ട് തയ്യപ്പാകാം. വരട്ടെ, വരുമ്പോൾ നോക്കാന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആഖിറത്തെപ്പറ്റി ഒരു ചിന്തയില്ലാത്ത അവസ്ഥയിലേക്ക് ലോകം മാറി. അവസാനം ആകുമ്പോൾ ഇങ്ങനെ ഉണ്ടാകുമെന്നാണ് ചിലർ പറയാറുണ്ട്. ഉസ്താദെ, എന്തുകൊണ്ടാണ് ഈ വാളുകളുടെയൊക്കെ ഒരു മാറ്റം വരാത്തത്? ചിലർക്കൊന്നും ഇതൊന്നും മാറ്റം വരാത്തത് എന്തെന്ന്. പിന്നെ ലോകം അവസാനിക്കണ്ടേ? മാറ്റം വന്നാൽ പിന്നെ ലോകം അവസാനിക്കൂല, അതറിയത്തില്ലേ? നിങ്ങളെല്ലാവരും അള്ളാന്ന് പറഞ്ഞ് ദിക്റും ചൊല്ലി പള്ളിക്കകത്ത് തന്നെ ഇത്തിക്കാഫ് കേട്ടിരുന്നാൽ പിന്നെ ലോകാവസാനം ഉണ്ടാവൂല. ലോകം അവസാനിക്കണമെങ്കിൽ ഇതുണ്ടാവണം. അങ്ങനെയാണ് നബി തങ്ങൾ പറഞ്ഞത്. അവസാന കാലഘട്ടമാകുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടാവണം, എങ്കിലേ ലോകം അവസാനിക്കുള്ളൂ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമതായി ചോദിക്കുന്നത് അവന്റെ യുവത്വ കാലഘട്ടത്തെ പറ്റിയാണ്. വഅൻ ശബാബിഹി ഫീമാ അബ്ലാ, നിന്റെ യുവത്വ കാലഘട്ടം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദിച്ചാൽ, കല്യാണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതായ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഏതെല്ലാം നിലക്കുള്ളതാകുന്ന മോശപ്പെട്ട പ്രവണതയാണ് നിന്റെ ജീവിതത്തിൽ നീ കല്യാണത്തോടനുബന്ധിച്ച് അതിശ്രേഷ്ഠമായി നടത്തേണ്ടതായ മുത്തുനബിയുടെ മഹനീയമായ ചര്യയെ നീ മോശമായി വ്യകലപ്പെടുത്തിയവനല്ലേ? ആഖിറത്തിൽ അതിന് ശിക്ഷ കിട്ടാതിരിക്കുമോ? ഉറപ്പായും അല്ലാഹു ശിക്ഷിക്കും, ഉറപ്പാണ്. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്. വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട്, പോകേണ്ടതാണ് കൈ കഴുകുവാൻ താഴോട്ട്. എന്താണ് ഇന്നത്തെ അവസ്ഥ? തഴവ ഉസ്താദ് വർഷങ്ങൾക്ക് മുമ്പ് പറയുകയാണ്, അള്ളാഹു എടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ടെന്ന് പറഞ്ഞപ്പോൾ കുറേ പിള്ളേർ ഓടി വന്ന് മാരോർത്ത് ഇവിടെ ബിരിയാണി വിളമ്പുകയാണ്. ഇതൊരു ബൈത്ത് പാടിയതാണ്. ഇവിടെ എങ്ങാണ്ട് ബിരിയാണി കൊടുക്കുന്നുണ്ടെന്ന് കരുതി ഓടി വന്നിരിക്കുക മജ്‌ലിസ്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അല്ലേ? പണമുള്ളവൻ്റെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. പണമുള്ളവനായി പരിപാടിക്കൊക്കെ നിൽക്കുന്നത്.
പണമുള്ളവൻ പേക്കൂത്തുകൾ കിന്നടിമയ കല്യാണമത് നടമാടുവാനൊരു വേദിയാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്. വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട്, പോകേണ്ടതാണ് കൈ കഴുകുവാൻ താഴോട്ട്. ആർക്കെവിടെയും കടക്കാം, നോക്കാം, രസിക്കാം, സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. ഇന്ന് കണ്ടിട്ടില്ലേ, നമ്മൾ ഓഡിറ്റോറിയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രത്യേക സെക്ഷനാണ്. ബിരിയാണിയാണോ ആചാരെ, അങ്ങോട്ട് വയ്ക്കോ. നെയ്ച്ചോറ അങ്ങോട്ട് വയ്ക്കോ. വെറുംചോറ അതിനപ്പുറത്തെ സൈഡ് കേട്ടാ. കൈ കഴുകുന്ന അതിനപ്പുറത്തെ വെളിയിൽ അപ്പുറത്ത്. ഇങ്ങനെ എല്ലാം സെക്ഷനായി തിരിച്ചിരിക്കുകയാണ്. എവിടെ വേണമെങ്കിലും കടക്കാം, നോക്കാം, രസിക്കാം, സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. ശരിയല്ലേ? പെണ്ണുങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് കല്യാണം എന്ന് പറഞ്ഞാൽ. ഇപ്പൊ കല്യാണം എത്ര കല്യാണം? ഒരു കല്യാണമാണോ? 10 കല്യാണമായി മാറിയിരിക്കുകയാണ്. മഞ്ഞ കല്യാണം, പച്ച കല്യാണം, നീല കല്യാണം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ കളറാണ്, വ്യത്യസ്ത കളറുകൾ. കളർ യൂണിഫോം ഇട്ട് ഡ്രസ് കോഡുമായിട്ടാണ് കുടുംബക്കാരെല്ലാവരും വരിക. ആ ഡ്രസ്സ് പിന്നെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ധരിക്കുമോ? സുബ്ഹാനല്ലാഹ്, എവിടെ ധരിക്കാൻ? ഓരോ കല്യാണത്തിനും പുതിയത് തന്നെ. കുടുംബക്കാർക്ക് ഒരു ഡ്രസ് കോഡ്, ഓക്കെ. എന്നാൽ വരുന്നവർക്ക് അവരൊരു ഡ്രസ്സ് ഉണ്ട്. ആ ഡ്രസ്സ് അടുത്ത ആഴ്ച വേറെ കല്യാണത്തിന് ഇടൂല, അടുത്ത ആഴ്ച വേറെ. ഭർത്താവിൻ്റെതാകുന്ന സാമ്പത്തിക അവസ്ഥാവിശേഷം അറിഞ്ഞ് നിങ്ങൾ പെരുമാറിൻ. എന്താണ് സഹോദരിമാരെ മനസ്സിലാക്കാത്തത്? നമ്മുടെ ധൂർത്ത് കുറയ്ക്കൻ, ദുർവ്വയം കുറയ്ക്കൻ, ആഖിറത്തെ ചിന്തിക്കൻ. അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ദാരിദ്ര്യമുണ്ടാകും. ഹബീബ് മുഹമ്മദ് മുസ്തഫ വരാൻ പോവാണ്. ഇപ്പൊ തന്നെ അതിൻ്റെ ചില സംഭവങ്ങൾ, സൂചനകളാണ് ഈ കോവിഡും അനുബന്ധമായ ചില ഘട്ടങ്ങളും ഒക്കെ അള്ളാഹു നൽകിയിരിക്കുന്നത്. പഠിച്ചു വെച്ചു. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവല്ലോ, അവസാന കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ സമ്പത്ത് ജനങ്ങളിൽ നിന്ന് ഇല്ലാതാവും. അവസാനം അവൻ സമ്പത്തിന് വേണ്ടി ഓടി നടക്കും. എത്രത്തോളം ഒരു വാപ്പ തൻ്റെ മകളെ കൊണ്ടുപോയി കമ്പോളത്തിൽ കച്ചവടം ചെയ്യുമത്രേ. എൻ്റെ മകളുടേതാകുന്ന തൂക്കത്തിൻ്റെ സമാനമായി എനിക്ക് ധാന്യമണികൾ നൽകിയാൽ മതിയെന്ന് വാപ്പ പച്ചയ്ക്ക് വന്നു പണ്ട് കച്ചവടം നടത്തുന്ന അവസ്ഥ വരാതെ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇന്നത് വന്നിട്ടുണ്ട്. ഇന്ന് ഉമ്മമാരും ഉപ്പമാരും തന്നെയാണ് സ്വന്തം മക്കളെ കൊണ്ടുപോയി റെഡിമേഡ് കൊണ്ടുപോയി വിൽക്കുന്നത്, കച്ചവടം ചെയ്യുന്നത്. ഇന്നത്തെ തലമുറയിലുണ്ട്. ഭർത്താവ് ഭാര്യ വിൽക്കുന്നുണ്ട് 50,000-നും 25,000-നും ഒക്കെ. ഈ അടുത്തൊരു സഹോദരൻ ഒരു വീഡിയോ കാണിച്ചു. നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ എന്നിട്ട് വിലപേശുന്നു. ഒരു സഹോദരൻ റോഡിലൂടെ നടന്നിട്ട് അതിൽ വിലപേശിയാണ് പെണ്ണുങ്ങളോട്. അയാൾ ചോദിക്കുന്നു 1000 രൂപ. അപ്പോൾ പെണ്ണുങ്ങൾ പറയാണ് 2000. അപ്പോൾ വീണ്ടും പറഞ്ഞു 1200. അതൊന്നുമല്ല, 200 രൂപയ്ക്കും 100 രൂപയ്ക്ക് പോലും ശരീരത്തെ വിൽക്കുന്നതായ ആളുകൾ ഈ കേരളത്തിലുണ്ട്. വൈകിട്ട് മുതൽ തുടങ്ങും, ഒരു 10:30 11:30 മുതൽ നിൽക്കാൻ തുടങ്ങും. രാത്രി 2 3 4 മണി കഴിയുമ്പോഴത്തേക്കും റേറ്റ് കുറയും. ആളില്ല എങ്കിൽ പിന്നെ എന്താ ചെയ്യുക? എല്ലാ ദിവസവും മറ്റുള്ളവർക്ക് കിടക്ക വിരിച്ചെങ്കിലേ എന്തെങ്കിലും കിട്ടുകയുള്ളൂ. അതുകൊണ്ട് കഞ്ഞി കുടിക്കാൻ. ഇതിലെല്ലാ വിഭാഗക്കാരുമുണ്ട്. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിങ്ങൾ റോഡ് സൈഡിൽ പോയി നോക്കി രാത്രിയിൽ കാണാം നമ്മുടെ കവലകളിൽ നിൽക്കുന്നത്. അതിനെയൊക്കെ കൊണ്ടുപോകുന്നതാരാ? ബൈക്കിൽ നല്ല 350 ബുള്ളറ്റിൽ കൊണ്ടുപോകുന്നത് ഹാജിയാറ മകൻ വന്നേക്കാൻ. കയറിയിരുന്നോ? എന്നിട്ട് കൊണ്ടുപോയി ഹാജിയാറ കടയെ കൊണ്ടുപോയി കാര്യം സാധിച്ചിട്ട് വീട്ടിൽ കൊണ്ട് തുറന്നു വിടുകയാണ്, റോഡിൽ കൊണ്ട് വിട്ടേക്കാൻ. പകൽ മാന്യന്മാരാണ്. വീട്ടിൽ ഭാര്യയുണ്ട്, കുടുംബമുണ്ട്. രാത്രിയാകുമ്പോൾ ഇവനിങ്ങനെ ഇറങ്ങി നടക്കാൻ. എന്നിട്ട് ഇതാ പരിപാടി. അവിടെ എവിടെയും പോയിട്ട് മറ്റുള്ള പരസ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്തുക. സുബഹിയാവുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരിക. സുബഹി നിസ്കരിക്കത്തില്ല, കാരണം നിസ്കരിക്കാൻ പറ്റാത്ത കോലത്തിലാണ്. ഇതൊക്കെ തലമുറയിൽ നടക്കുകയാണ്. ഇന്നത്തെ തലമുറയിൽ മനസ്സിലാക്കണം.
പാപ്പായും ഉമ്മായും ഒക്കെ മക്കൾ എവിടെ മോനെവിടെ പന്ത് കളിക്കാൻ പോയതാ എന്ന് പറഞ്ഞിട്ട് വീട്ടിലിരിക്കുന്നവരെ പന്ത് കളിയും കഴിഞ്ഞ് വേറെ കാര്യവും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മക്കളെ ശരിക്കും ശ്രദ്ധിച്ചോ, ഇല്ലെങ്കിൽ കാലഘട്ടം വളരെ മുസീബത്താണ്. എല്ലാ നിലയ്ക്കും വളരെ പ്രയാസകരമായ ഘട്ടമാണ്. രാവിലെ സ്കൂളിലേക്ക് ബാഗും തൂക്കി ഇറങ്ങുന്ന മകൾ, അവൾ കൃത്യമായി സ്കൂളിൽ പോകുന്നതെന്ന് ആർക്കാ ഉറപ്പിക്കാൻ പറ്റുന്നത്? ഇന്നത്തെ തലമുറയുടെ പോക്കങ്ങോട്ടാൻ. പഠിക്കാൻ വിടുന്ന വിദ്യാർത്ഥികൾ തൻ്റെ പ്രിയപ്പെട്ടതാകുന്ന പിതാവ് പോലും ചിന്തിക്കാത്ത ഒരവസ്ഥയിലേക്ക് മറ്റുള്ളതാകുന്ന കാമുകന്മാരുമായി പ്രണയത്തിലാണെന്ന് പരസ്യമായി വീട്ടിൽ വന്നുകൊണ്ട് ബഹളം വെക്കുന്ന മക്കളുള്ള കാലഘട്ടം. ഈ അടുത്തിടെ റുഹബയാൻ കുടുംബത്തിൽപ്പെട്ട ഒരു ഉമ്മ വിളിച്ചുകൊണ്ട് വളരെ സങ്കടത്തോടുകൂടി ഫോൺ വിളിച്ച് പറഞ്ഞത്, തൻ്റെ മകളെ +2 പഠിക്കാൻ വിട്ടതാണ്. ഉസ്താദേ 2ാം വർഷമാണ്, +2 അവൾ പഠിക്കുന്നു. ജില്ല ഞാൻ പറയുന്നില്ല. അവൾ ആ പഠനം നിലനിർത്തിക്കൊണ്ടിരിക്കെ ക്ലാസ്സുകൾ കഴിയാറായ സമയത്ത് തന്നെ അവളിതാ അന്യ സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനുമായി ഒളിച്ചോടാൻ നിൽക്കുകയാണെന്ന് പരസ്യമായി എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഞങ്ങൾ പോവാൻ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിവാഹം ചെയ്തു തരാൻ നിയമപരമായിട്ട് നിങ്ങൾ സന്നദ്ധരാകണം. മുസ്ലിം സമുദായത്തിൽപ്പെട്ടതേ അല്ല, അന്യ സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനുമായി പ്രണയം. ഞങ്ങൾ ഒളിച്ചോടുകയാണെന്ന് ഉമ്മാടെ മുഖത്ത് നോക്കി പറയുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവ് ഗൾഫിലാണ്, 10 വർഷമായിട്ട് ഗൾഫിലാണ്. ഈ മകളെ കെട്ടിച്ചയക്കാനുള്ള സാമ്പത്തികത്തിന് വേണ്ടി പ്രയാസപ്പെടുകയാണ് അദ്ദേഹം പ്രവാസ ലോകത്ത്. മകൾ ഇവിടെ അഭിരമിക്കുകയാണ് ആർഭാടകരമായ ജീവിതം നയിക്കാൻ. കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്നപ്പോൾ വാപ്പ ഒരു ഐഫോൺ വാങ്ങിച്ചു കൊടുത്തു മകൾക്ക്. അവൾക്ക് അതുപോലെ തന്നെ ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുത്തു. ആ ഉമ്മ പറയാൻ വേണ്ട എല്ലാ കാര്യങ്ങളും കൊടുക്കാം ഓൺലൈൻ പഠനത്തിനെന്ന് പറഞ്ഞു. പക്ഷെ അവൾ അതെല്ലാം മിസ്യൂസ് ചെയ്തു ഉസ്താദെ. രാത്രിയാകുമ്പോഴും മറ്റുള്ള സമയങ്ങളും ഒക്കെ ഇവളെപ്പോഴും റൂമിൽ, അടച്ചിട്ട റൂമിൽ തന്നെ നിലകൊള്ളുകയാണ്. എപ്പോഴും ചാറ്റിംഗ് ആണ്, വേറെ ഒരു പരിപാടിയില്ല. ഭക്ഷണം കഴിക്കാൻ ചെന്ന് വിളിച്ചാൽ പോലും ദേഷ്യപ്പെടലാണ്, എന്നോട് ദേഷ്യപ്പെടലാണ്. ഉമ്മ പറയാൻ അവർ കരയുകയാണ്. എന്താണ് സഹോദരങ്ങൾ ഇതിന് പ്രതിവിധി? ഇത് ഒരു കുടുംബത്തിലല്ല, 1000 കുടുംബങ്ങൾ നടക്കുന്ന വസ്തുതയാണ്. ഈ ഇരിക്കുന്ന ഉമ്മമാർക്കൊക്കെ അത് പറയാനുണ്ട്. വീട്ടിൽ ചെന്ന് മക്കൾ ചെന്ന് റൂമിൽ ചെന്ന് വിളിക്കുമ്പോൾ മകനാകട്ടെ മകളാകട്ടെ 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന മകൾക്ക് വിളിക്കുന്നത് പോലും ഇഷ്ടമല്ല. ഭക്ഷണം കഴിക്കാൻ ആകുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം, നിങ്ങൾ എന്തിനാ വിളിക്കുന്നത്? ഞങ്ങൾക്ക് വിശക്കുമ്പോൾ എടുത്തോളാന്നേ. ഉമ്മയുടെ പണിക്ക് നോക്കിക്കോ, വാപ്പയുടെ പണി നോക്കിക്കോ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് 8ാം ക്ലാസ്സിലും 10ലും ഒക്കെ പഠിക്കുന്ന മക്കൾ അവരുടെ ആ രീതിക്ക് മാറിയിരിക്കുന്നു. വാക്ചാതുര്യമുള്ളവരായി മാറി, വാപ്പയോടും ഉമ്മയോടും ശാഠ്യം പിടിക്കുന്ന മക്കളായി മാറി. മുമ്പ് 10ാം ക്ലാസ് ജയിച്ചാൽ നിനക്ക് ഇന്നത് തരാം ഓഫറായിരുന്നു. ഇന്നങ്ങനെയല്ല. ഞാൻ 10ാം ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ തന്നെ എനിക്ക് ഇന്നത് വേണോന്ന് അങ്ങോട്ട് പറഞ്ഞേക്കണം. ഓഫറൊന്നും ഇടാൻ സമയമൊന്നുമില്ല. എനിക്ക് ഇന്ന കാറ് വാങ്ങിച്ചു തന്നേക്കണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ മകനാന്നും ഇവിടെ നിൽക്കത്തൊന്നുമില്ല, കളി മാറും. ഓഫറൊക്കെ വല്ല അംബാനി മാമൻ ജിയോയ്ക്കകത്ത് ഓഫർ വരുന്ന വാങ്ങിച്ച് നിങ്ങൾ വേണമെങ്കിൽ ഉപയോഗിച്ചോ, എനിക്ക് ആ ഓഫർ വേണ്ട. അങ്ങോട്ട് പറയാൻ വാപ്പയുടെ അങ്ങോട്ട് പറഞ്ഞേക്കാണ്, എനിക്ക് iPhone 14 Pro Max വേണം എന്ന് പറയുന്ന മകനായി മാറി. S23 Ultra വേണം എന്ന് പറയുന്ന മകളായി മാറി. എവിടെയാണ് സമൂഹം എത്തിപ്പെടുന്നത്? നഊദു ബില്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൂന്നാമതായി പടച്ച റബ്ബ് മഹ്ശറിൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നതായ കാര്യം, വഅൻ മാലിഹി മിൻ ഐന തസബഹു വഫീമാ അൻഫഖ. നിനക്ക് എവിടുന്നാണടാ ഈ സമ്പത്ത് ലഭിച്ചത്, എവിടെയൊക്കെ നീ ചെലവഴിച്ചു എന്ന സമ്പത്തിനെ പറ്റി അള്ളാഹു ചോദിക്കുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നോക്കണേ നിങ്ങൾ, വേറെ ഒരു കാര്യത്തിലും 2 ചോദ്യമില്ല. സമ്പത്തിനെ കുറിച്ച് മാത്രം അല്ലാഹു 2 ചോദ്യങ്ങൾ ചോദിക്കുമേ. മിൻ ഐന തസബഹു, എവിടെന്നാണടാ ഈ സമ്പത്ത് നീ സമ്പാദിച്ചത്? വഫീമാ അൻഫഖ, ഏതെല്ലാം നിലയിലാണ് നീ ചെലവഴിച്ചത്? നിന്റെ മക്കൾക്ക് നീ ചെലവഴിച്ചത്, നിന്റെ കുടുംബത്തിന് ചെലവഴിച്ചത്, സമൂഹത്തിന് ചെലവഴിച്ചത്, സമുദായത്തിന് ചെലവഴിച്ചത്, പള്ളിക്ക് വേണ്ടി കൊടുത്തത്, മദ്രസയ്ക്ക് വേണ്ടി കൊടുത്തത്, ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി കൊടുത്തത്,
കുടുംബം പോലും അറിയാതെ കാമുകിക്ക് വേണ്ടി നീ നൽകിയത്, വള വാങ്ങിച്ചു കൊടുത്തത്, സ്വർണം കൊടുത്തത്, മാല നൽകിയത്, അവൾക്ക് വീട് വെച്ചു കൊടുത്തത്, വാഹനം വാങ്ങിച്ചു കൊടുത്തത്, നിന്റെ ജീവിതത്തിലേക്ക് നീ സമ്പാദിച്ചതിനെ പറ്റിയും നീ ചെലവഴിച്ചതിനെ പറ്റിയും നിന്നോട് ചോദിക്കുമേ. മറുപടി നൽകാതെ മഹ്ശറയിൽ നിന്ന് അനങ്ങാ പറ്റൂലയെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. തീർന്നില്ല. വമാദാ അമില ഫീമാ അലിമ, നിന്റെ ജീവിതത്തിൽ നീ ദീനിയായ വിഷയങ്ങൾ കൊണ്ട് അറിഞ്ഞ കാര്യത്തിൽ എന്ത് ചെയ്തടി? കള്ളു കുടിക്കല്ലേ എന്ന് നിനക്കറിവുണ്ടായിരുന്നല്ലോ, എന്നിട്ട് നീ കള്ളു കുടിച്ചവനല്ലേ? വ്യഭിചരിക്കല്ലേ എന്ന് അറിവില്ലേ, എന്നിട്ട് നീ വ്യഭിചരിച്ചില്ലേ? മോശപ്പെട്ട തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോകല്ലേ എന്ന് അറിവുണ്ടായിട്ടില്ലേ, എന്നിട്ടും നീ അത്തരത്തിലുള്ള പ്രവണത ചെയ്തവനല്ലേ? പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കല്ലേ എന്ന് വ്യക്തമായി നിനക്ക് ഖുർആൻ മുഖേന അറിയിപ്പ് നൽകിയതല്ലേ, എന്നിട്ടും നീ പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിച്ചവനല്ലേ? ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അത് ചെയ്യരുത് എന്ന് വ്യക്തമായി അറിവുണ്ടായിട്ട് പോലും അത് ചെയ്തുകൊണ്ട് നടന്നവനല്ലേ? അല്ലാഹു നിന്നോട് അതിനെക്കുറിച്ച് ചോദിക്കുമേ. മറുപടി നൽകാതെ അനങ്ങാ പറ്റൂലയെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയും? നിന്റെ സമ്പത്ത് കൊണ്ട് നീ അഹങ്കരിച്ച് എത്രയോ മോശമാകുന്ന തലത്തിലേക്ക് നിന്റെ സമ്പത്ത് നീ ചെലവഴിച്ചു. ഹറാമായ മേഖലകളിൽ ചെറുപ്പക്കാരൊക്കെ ഇന്ന് എമ്മടിക്കുന്ന തിരക്കിലാണ്. MDMA-യും LSD-യും ഹശീഷും എന്ന് വേണ്ട ലഹരി ഉപയോഗങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ തിരക്കിലാണ്. നമ്മുടെ ജില്ലയൊന്നും അതിന് പുറകോട്ടല്ല. നഊദുബില്ലാ. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ചിരിക്കുന്നു ആസിറഹ വമുതസിറഹ. ഈ ദുനിയാവിൽ ലഹരി നുണയുന്നതായ ആളുകളുടെ വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂല് 10 പേരെ ശപിച്ചിരിക്കുകയാണ്. ചെറുപ്പക്കാരെ പഠിച്ചു വെക്കണേ. ഇന്ന് 8ാം ക്ലാസ്സിലും 10ലും +1നും +2നും എന്ന് വേണ്ട കോളേജ് തലങ്ങളിലൊക്കെ പഠിക്കുന്നതായ ഭൂരിഭാഗം മക്കളും ലഹരിക്ക് അടിമപ്പെടുകയാണ്. അത്തരത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങൾ, കോളേജുകളുടെ പരിസരങ്ങൾ പാടില്ല എന്ന് പറഞ്ഞിട്ട് പോലും രഹസ്യമായ ആളുകൾ കൊണ്ടുപോയി വിറ്റഴിക്കുകയാണ്. ചെറിയ മക്കൾ പോലും അതിന്റെ ഏജന്റായി വർത്തിക്കുന്ന കാലഘട്ടത്തിലാണ്. കാരണം വലിയതാകുന്ന തുകയാണ് അതിലൂടെ ലഭിക്കുന്നത്. ഒരു ബാഗിനുള്ളിൽ കഞ്ചാവ് കൊണ്ടുവന്ന് ക്ലാസ് റൂമുകളിൽ കച്ചവടം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇന്നത്തെ ചെറുപ്പക്കാര് മാറിയില്ലേ? ബൈക്കൊക്കെ അതിനുവേണ്ടി ഉപയോഗപ്പെടുന്ന അവസ്ഥയിലേക്ക് ഇന്നത്തെ തലമുറ മാറ്റം ചെയ്യപ്പെട്ടില്ലയോ? ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചതാണ്. പാടില്ല എന്ന ഖുർആൻ വിലക്കിയതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വഹാബ 10 പേര് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയത്തിൽ ശപിച്ചുവത്രേ. ആസിറഹ, അതിനെ വാറ്റുന്നതായ വ്യക്തിയെയും മദ്യമാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവനെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുകയാണ്. വമുതസിറഹ, അത് വാറ്റാൻ വേണ്ടി നിർദ്ദേശം നൽകിയവനെയും ശപിച്ചിരിക്കുകയാണ്. വസാഖിയഹ, അത് ഒഴിച്ചു കൊടുക്കുന്നവനെയും അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കുകയാണ്. കള്ള് ഷാപ്പിലും ബീവറേജിലും ഒക്കെ സാധനങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യുന്നവരില്ലയോ? വലിയ വലിയ ബാർ ഹോട്ടലുകൾ പോയിരുന്നുകൊണ്ട് ജനങ്ങൾക്ക് സപ്ലൈ ചെയ്തു കൊടുക്കുന്നതായ കൂട്ടുകാരില്ലേ? പഠിച്ചു വെക്കണേ. അത് ഒഴിച്ചു കൊടുക്കുന്നവനെയും അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കുകയാണ്. വശാരിബഹാ, അത് കുടിക്കുന്നവനെയും റസൂലുള്ള ശപിച്ചിരിക്കുകയാണ്. തീർന്നില്ല സ്വഹാബ. വബായഹ, അത് വിൽക്കുന്നവനെയും
അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുകയാണ്. വആകില സമനിഹാ, അത് വിറ്റിട്ടതിൻ്റെതാകുന്ന സമ്പാദ്യം കഴിക്കുന്നതായ ആളുകളില്ലയോ? കഞ്ചാവ് കച്ചവടം ചെയ്തിട്ട് അതിന്റെ സമ്പാദ്യം കൊണ്ട് ജീവിതം കൊഴിപ്പിക്കുന്നതായ ചെറുപ്പക്കാരില്ലേ? മാളിക സൗധങ്ങൾ പണിയുന്നവരില്ലേ? മക്കൾക്ക് അരിയും സാധനവും വാങ്ങിച്ചു കൊണ്ടുവന്ന് വിരുന്നോട്ടുന്ന രക്ഷിതാക്കളില്ലേ? അല്ലാഹുവിന്റെ റസൂൽ ശപിച്ച വിഭാഗമാണ് വൽ മുസ്തരിയ ലഹാ വൽ മുസ്തറാത ലഹു. അത് കച്ചവടം ചെയ്യുന്നവനെയും അത് വാങ്ങുന്നവനെയും അത് വാങ്ങാൻ വേണ്ടി നിർദ്ദേശിച്ചവനെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു.